തുടങ്ങാം. മലപ്പുറത്ത് മുൻ SP ആയിരിക്കുന്ന വേളയിലാണ് സുജിത് ദാസ് ഈ സ്ത്രീയോട് ഈ ക്രൂരത കാട്ടിയത്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേക്ക് ബ്ലോക്ക് ആയതാ. മദ്യം വാഗ്ദാനം ചെയ്ത് മദ്യപിച്ച് മതോന്മത്തനായി ഒരു വീട്ടമ്മയെ പീഡിപ്പിച്ച സുജിത് ദാസ് ഇനിയെ സർവീസിൽ തുടരണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞതാണ്. ഒപ്പമുണ്ട് തിരൂർ മുൻ DYSP VV ബെന്നി, പൊന്നാനി മുൻ CI വിനോദ്. ഈ മൂവർ സംഘത്തിന്റെ നെക്സസ് അത് ഈ ബലാത്സംഗ ശൃംഖലയിൽ മാത്രം ഒതുങ്ങുന്നതാണോ എന്നതിലും നമുക്ക് സംശയമുണ്ട്. എല്ലാവരോടും കൂടിയാ പറയുന്നത്, കരുതിയിരുന്നോ? പരാതിക്കാരിയെ പരസ്പരം കൈമാറുന്ന പോലീസ് ഉന്നതർ ഒരു പരാതിയുമായി അവകാശ തർക്കത്തിന്റെ ഒരു പരാതി തീർക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയതാണവർ. ആ പോലീസ് സ്റ്റേഷനിലെത്തി അവർക്ക് നീതി ലഭിച്ചില്ല എന്ന് മാത്രമല്ല, പരാതി വാങ്ങിച്ച CI അവരുടെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലെത്തി അവരെ ബലാത്സംഗം ചെയ്യുകയാണ്. നിന്റെയൊക്കെ സമയമാവുന്നേ ഉള്ളടാ കള്ള കടയാടി മോനെ. ആവട്ടെ, അന്ന് തിരിച്ചു വരും ചാക്കോച്ചി. ഓർത്തോ, ബലാത്സംഗത്തിനിരയാക്കുന്നതിന് ആ വീട്ടിലേക്ക് വന്നതിന് സാക്ഷിയുണ്ട് എന്ന പരാതിക്കാരി നമ്മളോട് വെളിപ്പെടുത്തുകയാണ്. പോലീസ് അവരെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി, അവരെയും മക്കളെയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഈ പരാതി മുകളിലേക്ക് പോകാതിരിക്കാൻ SP സുജിത് ദാസിന് കഴിഞ്ഞത്. SP സുജിത് ദാസ് ആണ് ഈ പരാതി പിടിച്ചുവെച്ചത്. എല്ലാം താൻ ശരിയാക്കുമെന്ന് പറഞ്ഞ് അവരെ ആവർത്തിച്ച് ചൂഷണത്തിന് ഉപയോഗിച്ചതും SP സുജിത് ദാസ് ആണ്. SP സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നു, സസ്പെൻഷനിലായിരിക്കുന്നു. പക്ഷേ ഇതുപോലെ ഒരു പുഴുക്കുത്ത് അത് പോലീസ് സേനയിൽ വേണോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇത്രയും വൃത്തികെട്ട ഒരുത്തനെയാണല്ലോ കൂടെ കൊണ്ടുവരണമെന്ന് ആലോചിക്കുമ്പോ പൊന്നാനി CI പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ യുവതിയുടെ പരാതി വാങ്ങിവെച്ച് 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് വന്ന് അവരുടെ മാറിടത്തിൽ തഴുകാനല്ലോ സാർ താങ്കളെ പോലീസ് സേനയിൽ എടുത്തു വെച്ചിരിക്കുന്നത്? അതാണ് DYSPയോടുള്ള ചോദ്യം. പരാതി ഒത്തുതീർപ്പാക്കാനാണ് DYSP വരുന്നത്. അല്ലാതെ അതിക്രമം നേരിട്ട ഒരു സ്ത്രീയെ അവർക്ക് നീതി ഉറപ്പാക്കി കൊടുക്കാം എന്ന് പറയുന്നതിന് പകരം അതേ അതിക്രമത്തിന് മുതിരുന്ന ഒരു മേലുദ്യോഗസ്ഥനുള്ളപ്പോൾ ഈ ബലാത്സംഗ ശൃംഖല ഇങ്ങനെ തുടരുന്നത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. കഷ്ടം.